Namaskaram, Chelsea fans, football fans. Welcome back to Chelsea Current Channel. Chelsea versus Manchester City predicted lineup match പ്രിവ്യൂയിലേക്ക് അവർക്കും സ്വാഗതം. കുറച്ച് വ്യത്യസ്തകരമായിട്ട് ഞാൻ മാച്ച് പ്രിവ്യൂ ചെയ്യാൻ വിചാരിച്ചു. കാരണം ഫസ്റ്റ് ഗെയിം എല്ലാവരുടെ മനസ്സിൽ എന്റെ മനസ്സിലുള്ള കുറച്ച് ചോദ്യങ്ങൾ, സംശയങ്ങൾ ഒക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ടാക്ടിക്കൽ പ്രിവ്യൂല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാച്ച് പ്രിവ്യൂ ചെയ്യാമെന്നുള്ളതാണ് വിചാരിച്ചത്. മാച്ച് പ്രിവ്യൂയിലേക്ക് പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ലൈനപ്പ് സംസാരിക്കുമ്പോൾ തന്നെ എൻസോ മരസ്കയുടെ പ്രസ് കോൺഫറൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഗോൾ കീപ്പർ. ഐ തിങ്ക് സാൻചസ് ഒരു സർപ്രൈസും അല്ല, സാൻചസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിങ്. ഫിലിപ്പ് യോർഗൻസൺ എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ ഇത് കുറെ മുമ്പ് പറഞ്ഞതുപോലെ റെഗുലർ ഗെയിം ടൈം കിട്ടി ഇംപ്രൂവ് ആവുന്ന ഒരു ഗോൾ കീപ്പർ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ആസ് ഓഫ് നൗ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സാൻചസ് ആയിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി പെട്രോവിച്ചും കെപ്പ അരിസബലാഗയും ഇവരൊക്കെ വിൽക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടം തോന്നുന്നത് പെട്രോവിച്ചിന്റെ കാര്യത്തിലാണ്. കാരണം ചെക്കൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അവൻ വന്നു, അവൻ പണിയെടുത്തു. പക്ഷെ ബോൾ പ്ലേയിങ് അല്ലാത്തതിന്റെ ഒരു പേരിൽ ഇപ്പൊ അവൻ ബെഞ്ചിൽ ഇരിക്കുകയാണ്. ഡോണ്ട് നോ വാട്ട് ദ നെക്സ്റ്റ് സിറ്റുവേഷൻ ഇസ്. നമുക്ക് നോക്കാം. ലെഫ്റ്റ് ബാക്ക് ഐ തിങ്ക് നമ്മൾ ഓൾറെഡി പേരുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ്സ് ലീവായ് കോൾവിൽ ആണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. ആൻഡ് റൈറ്റിൽ ഫൊഫാനയാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കൂടുതൽ. അഫ്കോഴ്സ് വി ഹാവ് ടോസൻ, അബറകറാബറ ഉണ്ട്, ദിസാസി ഉണ്ട്, അങ്ങനെ ബാദിയേഷിലുണ്ട്. പ്ലേയേഴ്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും കോൾവിൽ ആൻഡ് ഫൊഫാന വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്. അതോടെ തന്നെ നമുക്ക് ബെഞ്ചിലേക്കും വരാം. സോ വി ഹാവ് ബാദിയേഷിൽ, പിന്നെ വി ഹാവ് ടോസൻ ആൻഡ് ദിസാസി. ഇപ്പൊ തൽക്കാലത്തേക്ക് ഇഞ്ചോർഡ് ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം ഞാൻ സംസാരിക്കുന്നില്ല. പുള്ളിക്കാരൻ ഒന്ന് ഫിറ്റ് ആയി വരട്ടെ. പിന്നെ ലെഫ്റ്റ് ബാക്കിലായിട്ട് ഒരു സംശയം വേണ്ട, നമ്മുടെ കുക്കുകൂട്ടൻ ഇപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്ലെയർ ചെൽസിയിലെ ആയി മാറിയിരിക്കുകയാണ്. എഴുതി തള്ളപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു ഗുസ്തോ. കുക്കുറേനെ കൂടെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ബെൻ ചിൽവലിനെ കുറിച്ച് സംസാരിക്കാം. കാരണം ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇരിക്കാൻ പോകുന്നത് ഇവിടെ വേഗയായിരിക്കും. അപ്പൊ ബെൻ ചിൽവലിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻസോ മരസ്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, പുള്ളിക്കാരന് അൺഫോർച്ചുനേറ്റ്ലി പ്രീ സീസണിൽ ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ ഗെയിം ടൈം കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വേറൊരു ടീം കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ പോകുമ്പോൾ പൊതുവെ നമ്മുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കുക്കുറയ ഈ പറയുന്ന പോലെ ഇവിടെ നിന്ന് ഇൻവേർട്ട് ചെയ്യണം, ഈ പറയുന്ന പോലെ ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ട് കളിക്കണം. അതില്ലെങ്കിൽ ഒന്ന്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്യുമ്പോഴത്തേക്കും എന്റെ ഒരു കണക്ക് പറയുന്നത് കുക്കുറയ, കോൾവിൽ ആൻഡ് ഫൊഫാന ഇവര് മൂന്ന് പേരും ബാക്ക് ത്രീ ഫോം ചെയ്യും. ആൻഡ് ഗുസ്തോ ഈ പറയുന്ന പോലെ അഡ്വാൻസിൽ പോയി കളിക്കും. അപ്പൊ ഇവിടെ ആരാ കളിക്കണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പൊ ഗുസ്തോ അഡ്വാൻസ് ആയിട്ട് കളിക്കും. അപ്പൊ ഗുസ്തോനെ എനിക്ക് തോന്നുന്നു ഒരു പ്രോപ്പർ ഫുൾ ബാക്ക് ആയിട്ട് ഈ പറയുന്ന സ്പേസിൽ അപ്പ് ആൻഡ് ഡൗൺ ഓടുന്ന രീതിയിൽ കളിപ്പിക്കാനായിട്ടായിരിക്കും മിക്കവാറും മെരസ്കനെ മനസ്സിലുണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്കുറയ, അല്ലാന്നുണ്ടെങ്കിൽ വൈഗ. ചിൽവൽ എന്തെന്നാലും ഇതിന് സൂട്ട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു പ്ലെയർ ആയിട്ട് ഒരു പക്ഷേ എൻസോ മെരസ്കയ്ക്ക് തോന്നുന്നുണ്ടാവില്ല. ആൻഡ് എന്നെ സംബന്ധിച്ച് ബെൻ ചിൽവൽ വൺ ഓഫ് ദ ഹയസ്റ്റ് ഏർണേഴ്സ്, റെഗുലർലി ഫിറ്റ് ആയിരിക്കാൻ മടിയുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ ഫിറ്റ്നസ് ഒരു ഇഷ്യൂ ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ ഈ പറയുന്ന പോലെ ആ ഒരു പ്ലെയറിനെ റെഗുലർലി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ഐ തിങ്ക് ദാറ്റ്സ് എ ഗുഡ് ഡെസിഷൻ. ഇവിടെയാണ് മെറസ്കയുടെ ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. തന്റെ ടീം എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരന് അറിയാം. ഇനി അതിപ്പോ ഗ്രൗണ്ടിൽ ഇതിന്റെ പെർഫോമൻസ് കണ്ടാൽ മതി, നല്ലൊരു കാര്യം. ഇവിടെ എൻസോ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഏറ്റവും വലിയൊരു ചോദ്യം ഇവിടെ ആര് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ഗോൺ ബി ലാവിയ. അപ്പൊ ചോദ്യം, വാട്ട് അബൌട്ട് കൈസെഡോ? 120-115 മില്യൺ നമ്മൾ കൊടുത്ത് സൈൻ ചെയ്ത ഒരു പ്ലെയറിനെ നമ്മൾ ബെഞ്ചിൽ ഇരുത്തിയാണോ? 115 മില്യൺ ബെഞ്ച് എന്ന് പറഞ്ഞതിൽ ചോദ്യത്തില് ഉത്തരം അതേ ഉള്ളൂ. ദി ആൻസർ ഇസ് യെസ്. കാരണം ലാവിയ ഹാസ് ബീൻ മച്ച് ബെറ്റർ ആസ് എ നമ്പർ 6. ആൻഡ് എനിക്ക് തോന്നുന്നു എൻസോന്റെ ഒരു പാർട്ട്ണർഷിപ്പ് വിത്ത് ലാവിയ വിൽ ബി ഫാന്റാസ്റ്റിക്. അതിന് പോയി കഴിഞ്ഞപ്പോൾ ഒരാളുടെ പ്ലെയറും കൂടെ മിസ്സായല്ലോ ഞാൻ. 4-2-3-1 അല്ലേ? അപ്പോ ലാവിയ വിൽ ബി മോർ ഓർ ലെസ് കൺട്രോളിംഗ് ദിസ് സ്പേസ്, വേറാസ് എൻസോ കുറച്ചും കൂടെ ഈ ഒരു ഫ്രീ റോമിംഗ് ഏരിയയിൽ പുള്ളിക്കാരന് കളിക്കാൻ ഉള്ളൊരു സ്പേസ് കൊടുക്കുന്നുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല കൈസെഡോ ആൻഡ് ലാവിയ ഒരുമിച്ച് തുടങ്ങും. കാരണം രണ്ടുപേരും ഏകദേശം ഒരേ ശൈലിയിലുള്ള പ്ലെയേഴ്സ് ആണ്. ഐ തിങ്ക് എൻസോ വിൽ സ്റ്റാർട്ട്. കാരണം എൻസോ തരുന്ന ഒരു കൈൻഡ് ഓഫ് എന്താ പറയണേ, ഒരു വാല്യൂ ആഡ് ഈ രണ്ട് പ്ലെയേഴ്സ് തരുന്നതിനേക്കാളും വളരെ വ്യത്യാസം. രണ്ടുപേരും ഏകദേശം സെയിം പ്രൊഫൈലാണ്. അപ്പൊ ഇതില് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൽ 3 പേര് ആര് കളിക്കുന്നുള്ളതിൽ. അപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൈസെഡോ ബെഞ്ചിൽ, പിന്നെ പോരാത്തതിന് കൈസെഡോ ക്യാൻ ഓൾസോ പ്ലേ ആസ് എ റൈറ്റ് ബാക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ട് ചെയ്ത് കളിക്കാനും പുള്ളിക്കാരനെ കൊണ്ട് പറ്റും. സോ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് കിട്ടും. പക്ഷെ തുടക്കം ഫസ്റ്റ് മാച്ചിൽ ഞാൻ കൈസെഡോനെ ഇപ്പോ ബെഞ്ചിലിടുകയാണ്. പിന്നെ ഉള്ള ഒരു ചോദ്യം ഇവിടെ എൻകൂങ്കു, നോ സർപ്രൈസ് ദർ. ഈ എൻകൂങ്കു വന്ന് അറ്റാക്ക് വരുമ്പോഴത്തേക്കും ഹീസ് ഗോണ യൂസ് ദീസ് ഹാഫ് സ്പേസ്.
ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും എനിക്ക് തോന്നുന്നു എൻകുങ്കു കളിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് ഹിയർ ഇറ്റ്സ് പാൽമർ. നോ സർപ്രൈസ്, പാൽമറും കളിക്കാൻ പോകുന്ന സ്പേസ് ഇവിടെ ആയിരിക്കും. പാൽമർ ഈ ഒരു ഏരിയയിൽ കളിക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാലോ ഗുസ്തോ ഈ അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ഒരു ഓട്ടം, മാലോ ഗുസ്തോ ഈ ഒരു വളഞ്ഞു തിരിഞ്ഞു പോയ ഒരു ഇത് മാലോ ഗുസ്തോ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു സ്പേസ് ഓർഡർ ചെയ്യും. അപ്പൊ ഈ സ്പേസ് ആരാണ് കവർ ചെയ്യാൻ പോണേ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. എനിക്ക് തോന്നുന്നു സ്റ്റേർലിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്റ്റേർലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതോറും തന്നെ എനിക്ക് തോന്നുന്നു പെഡ്രോ നെറ്റോ ഷുഡ് ബി ഓൺ ദ ബെഞ്ച്. നെറ്റോ സ്റ്റാർട്ട് ചെയ്യാനും മതി, പക്ഷെ നെറ്റോ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങോട്ടാ പോണേ, നെറ്റോ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റേർലിംഗിന് ഒരു ചെറിയ അടിയായി മാറാൻ ഒരു സാധ്യത ഞാൻ കാണുന്നു. പക്ഷെ പെഡ്രോ നെറ്റോ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദെൻ സ്റ്റേർലിംഗ് വുഡ് ബി ഓൺ ദ ബെഞ്ച്. പെഡ്രോ നെറ്റോ ബിക്കോസ് ഇവിടെ കളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രോ നെറ്റോന് ഈ വിട്ട് കൊടുത്തിട്ട് പെഡ്രോ നെറ്റോന്റെ അടുത്ത് ഇവിടെ നിന്ന് ഈ പറയുന്ന പോലെ കുറെ ക്രോസസും കുറെ ഏരിയാസ് ഓഫ് മൂവ്മെന്റും പെഡ്രോ നെറ്റോയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതായിരിക്കണം പെഡ്രോ നെറ്റോന് ഇവിടെ കളിപ്പിക്കാൻ ആയിട്ടുള്ള ചാൻസ്. കാരണം ഇവിടെ നിന്ന് വി ഓൾറെഡി ഹാവ് എ ലെഫ്റ്റ് ഫുട്ടഡ് പ്ലെയർ, പിന്നെ ഒരു പ്രിഡോമിനന്റ്ലി ലെഫ്റ്റ് ഫുട്ടഡ് അല്ല പ്രിഡോമിനന്റ്, ഇവിടെ റൈറ്റ് ഫുട്ടഡ്, ഇവിടെ റൈറ്റ് ഫുട്ടഡ്. അപ്പൊ ഇവിടുത്തെ ഒരു റൈറ്റ് ഫുട്ടഡ് ആയിരിക്കുന്ന പ്ലെയറിന് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ കുറെ കൂടെ ക്രോസസ്, ഈ മറ്റേ മാലോ ഗുസ്തോന് ക്രോസസ് കുറെ കൂടെ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ആൻഡ് അതോടെ തന്നെ നമ്മുടെ സ്ട്രൈക്കർ ആരായിരിക്കും? ഐ തിങ്ക് ഗെയു. ഇനിയിപ്പോ ജാക്സൺ ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, ജാക്സൺ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെഞ്ചിൽ നമുക്ക് GUIU അല്ലെ, നമുക്ക് ബെഞ്ചിൽ ഇപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് ഇവനെ ഇടാം. ആരെ? നമ്മുടെ ഗെയുവിനെ ഇടാം. അപ്പൊ ജാക്സന്റെ ഫിറ്റ്നസിനനുസരിച്ചിരിക്കും ജാക്സൺ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ നെറ്റോ, പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെറ്റോ ആവാനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു മിക്കവാറും സ്റ്റേർലിംഗ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ്. നോണി മാഡ്വെക്കെ വിൽ ഡെഫിനറ്റ്ലി ബി ഓൺ ബെഞ്ച്. പ്രീ സീസണിലെ താരമാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബൈ ഡിഫോൾട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മുടെ ഫിലിപ്പ് യോർഗൻസൺ, പിന്നെ ബെറ്റിനെലി ഞാൻ പറയുന്നില്ല, ബാദ്യഷെൽ, ടോസൻ, പിന്നെ മിഡ്ഫീൽഡിൽ കൈസെഡോ. പിന്നെ എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡിൽ ടീമിൽ കൊള്ളാൻ വേണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പറയുന്ന പോലെ പിന്നെ നമ്മുടെ മച്ചാനുണ്ടല്ലോ KDH, കേനൻ ഡ്രൂസ്ബറി ഹോൾ ഉണ്ട്. അപ്പൊ എത്ര പേരായി? 1 2 3 4 5 6 7 8 9 പേര് ഓൾറെഡി ബെഞ്ചിലുണ്ട്. അപ്പോ ദിസ് കുഡ് ബി കാർനെ ചുക്കോമൊക്കെ എനിവേസ് ഡെഫിനറ്റ്ലി ഗോയിങ് ഔട്ട്, ചിൽവെൽ ഇസ് ഗോയിങ് ഔട്ട്, ഡാട്രോ ഫൊഫാന, അമാൻഡോ ബ്രോയ, കെപ്പ അരിസബലാഗ, കോണർ ഗാലഹർ, ട്രെവോ ചലവ, ഇതൊക്കെ പോയി. സോ നമുക്കിപ്പോ ഏകദേശം നമുക്ക് അറിയാം നമ്മുടെ ഫസ്റ്റ് 11 കളിക്കുന്ന ആരൊക്കെയാണെന്നുള്ളത്. സോ ഫൈനൽ അറ്റാക്കിംഗ് വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ദിസ് വിൽ ബി ആർ ഷേപ്പ്. പാൽമർ ഫ്രം ദി ഇൻസൈഡ്, ജാക്സൺ ഫ്രം ദി ഔട്ട്സൈഡ്, ഗുസ്തോ, സ്റ്റേർലിംഗ് ഹോൾഡിംഗ് ഓൺ ടു ദിസ് വിത്ത് ലാവിയ, എൻസോ ഫെർണാണ്ടസ്, ലാവിയ, ആൻഡ് ഇവിടെ ഫൊഫാന ആസ് എ 3 at the back, ഫൊഫാന, കുക്കുറയ ആൻഡ് കോൾവിൽ. എനിക്ക് തോന്നുന്നു ദിസ് ഷുഡ് ബി ആർ 3 to 5 അറ്റാക്ക് ഷേപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് കുഡ് ബി ആർ 3 to 5 അറ്റാക്ക് ഷേപ്പ്. ഇത് ലുക്സ് മോർ ഓർ ലെസ് ഹൗ എനിക്ക് തോന്നുന്നു വി വിൽ ബി പ്ലേയിങ് അഗൈൻസ്റ്റ് സിറ്റി. മാറാം, ഒത്തിനെ മാറാം. സിറ്റിയെ സംബന്ധിച്ച് അവർ റോഡ്രി കളിക്കുന്നില്ല എന്നുള്ളത് പെപ് ഗാർഡിയോള കൺസിഡർ ചെയ്തു. കാരണം ഗെയിം ടൈം കിട്ടിയിട്ടില്ല. ഓസ്കർ ബോബൻ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഇഞ്ചുറി പറ്റിപ്പോയി. അതൊരു 3 മാസത്തേക്ക് പുള്ളിക്കാരൻ ഔട്ടാണ്. അതുകൊണ്ട് സിറ്റിയും ഇസ് നോട്ട് 100% ഇൻ ഷേപ്പ്. ബട്ട് സിറ്റി ബാക്കിയുള്ള ടീമുകളൊക്കെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സിറ്റിയെ സ്റ്റാർട്ട് ചെയ്യണം. എന്റെ ഒരു പ്രതീക്ഷ ഡ്രോ കിട്ടിയാൽ ഐ എം ഹാപ്പി. ജയമാണ്, ഈവൻ ദോ ഹോം ഗെയിമാണ്, ജയമാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് റിയാലിറ്റി സ്പീക്കിംഗ് ഡ്രോ കിട്ടിയാലും ഐ എം ഹാപ്പി. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ വലിയ സ്ട്രെങ്ത് ഉള്ള ഒരു ടീം എന്നൊന്നും പറയാനില്ല. പ്ലെയേഴ്സ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്, എല്ലാം കൊള്ളാം. പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് ഒന്ന് ഒത്തൊരിച്ച് കളിക്കാൻ കുറച്ച് സമയം എടുക്കും. എൻകുങ്കു ആദ്യമായിട്ട് ടീമിന് വേണ്ടി കളിക്കുന്നു. എൻകുങ്കു ആദ്യമായിട്ടല്ല, ഷിപ്പോ, ലാവിയ, ഫൊഫാന, ഇവരൊക്കെ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോ അതും ആ ഒരു ലിങ്ക് പ്ലേയിങ് എല്ലാം കൂടെ ഒക്കെ ചേർന്ന് ഒന്ന് റെഡിയായി വരണം. ഹോപ്പ്ഫുള്ളി ഇതൊക്കെ റെഡിയായി വരുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു. മെറസ്കയ്ക്ക് തന്റെ സ്റ്റാർട്ടിംഗ് 20 to 25 പ്ലെയേഴ്സ് വളരെ വ്യക്തമാണ്. ഇതിപ്പോ ഇതിൽ തന്നെ എത്രയുണ്ട്? 11 + 9, ഇപ്പൊ 19 20 ബാക്കിയുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ ഇവരൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. കാരണം ആരൊക്കെയാണ് എവിടേക്കാണ് കളിക്കാൻ പോണെന്നുള്ള ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഇപ്പൊ ഇവിടെ കൈസെഡോ, ലാവിയ ഇവിടെ വരുന്നുണ്ട്, ബാദേശിൽ ലെവി കോൾവിൽ വരുന്നുണ്ട്, വേഗ കുക്കുറയ്ക്ക് വരുന്നുണ്ട്, ദിസാസിന്റെ പേര് ഞാൻ ഇട്ടിട്ടില്ല, ടോസിന് ഇവിടെ ആഡ് ആവുന്നുണ്ട്, നെറ്റോ, സ്റ്റേർലിംഗ്, മുഡ്രിക്കിന്റെ പേര് ഞാൻ ആഡ് ചെയ്തിട്ടില്ല, മുഡ്രിക് ഇസ് ഓൾസോ ദയർ. സോ മുഡ്രിക് എന്തായാലും ബെഞ്ചിൽ ഉണ്ടാവും. Mark Guehi, so Mudryk, another third player. There you have Mark Guehi in terms of Jackson, Kenan Dewsbury Hall, പിന്നെ കാർനെ ചുക്വമെക്ക എന്ന് പറയുന്ന പ്ലെയർ നമുക്ക്
അവൈലബിൾ ആണ്. അപ്പൊ കാറിനെ ചുക്കമ്മയ്ക്കാൻ ഇനി ഇറക്കുമെന്ന് അറിയില്ല. വി ഹാവ് നോണി മാഡുവൊക്കെ ഇൻ ടേംസ് ഓഫ് പാൽമർ. സോ വി ഹാവ് ലോട്ട് ഓഫ് ഓപ്ഷൻസ്. നല്ല സ്ക്വാഡ് ഡെപ്തും അവൈലബിൾ ആണ്. ഇതിന് പിന്നെ എങ്ങനെ യൂസ് ആക്കപ്പെടുന്നുള്ളത് ആദ്യത്തെ മത്സരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചാൽസി കാരൻ.